ശ്രീ വി വി രാജേഷ്, എന്തിനാണ് തിരുമല അനിൽ ആത്മഹത്യ ചെയ്തത്? പാർട്ടി പിന്തുണയ്ക്കാതിരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പാർട്ടി പറഞ്ഞിട്ട് പലർക്കും ലോൺ കൊടുത്തു, ആ ലോണൊന്നും തിരിച്ചടയ്ക്കാത്ത സാഹചര്യമുണ്ടായി എന്നൊക്കെയാണ് ഇപ്പോൾ CPIM ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞത്. CPM ജില്ലാ സെക്രട്ടറിക്ക് മിനിറ്റുകൾക്കകം എങ്ങനെയാണ് ഈ വിവരം കിട്ടുന്നത്? വിവരക്കേട് പറയരുതെന്ന് പറയണം. ഞാൻ അദ്ദേഹത്തിന്റെ മറുപടി പറയാൻ. ഒരാള് ആത്മഹത്യ ചെയ്യുന്നത് അദ്ദേഹം മുകളിൽ നിൽക്കുകയാണ്, അതിനെ അഴിച്ചാക്കിയിട്ട് വരുന്നില്ല. അതിനിടയ്ക്ക് അദ്ദേഹത്തെ ഈ ജോയിയോട് ഇതിനിടയിൽ നിന്നും നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കരുതെന്ന് പറയും. ഒരു മനുഷ്യനായിട്ട് പെരുമാറാൻ പറയും. ഞാൻ എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞല്ലോ, കുറച്ചു കാലമായിട്ട് സഹകരണ ബാങ്കിൽ പ്രതിസന്ധിയാണ്. ഇദ്ദേഹം പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു ബാങ്ക് ഉണ്ട്. ആ ബാങ്കിൽ നിന്നും പലരും ലോൺ എടുത്തിട്ടുണ്ട്. 50,000 1 ലക്ഷമൊക്കെയാണ് എടുക്കുന്നത്. പക്ഷേ എടുക്കുന്ന പലരും കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുന്നില്ല. FD മെച്യൂർ ആകുമ്പോൾ ഇദ്ദേഹത്തിന് പ്രതിസന്ധി വന്നിരുന്നു. പറ്റുന്ന തരത്തിലൊക്കെ തന്നെ FD ഇട്ടവരെ സമാധാനത്തിൽ നിർത്തുവാനും റിക്കവറി വേഗത്തിലാക്കാനും ഒക്കെ പാർട്ടിയും പാർട്ടി പ്രവർത്തകരും ശ്രമിച്ചിട്ടുണ്ട്. അത്രയല്ലേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോ കുറെയൊക്കെ വിജയിച്ചിട്ടുമുണ്ട്. അപ്പം കടുത്ത മാനസിക സമ്മർദ്ദം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ശ്രീ വി വി രാജേഷ്, താങ്കൾ ഒപ്പമുള്ള ഒരു കൗൺസിലർ കൂടിയല്ലേ നേതാവ് എന്നതിനപ്പുറം? താങ്കൾക്ക് ഇടപെടാമായിരുന്നല്ലോ. അല്ല, ഇടപെട്ടു, ഞങ്ങളൊക്കെ ഇടപെട്ടു. ഞാൻ പല FD ഇട്ടവരെ കണ്ടിരുന്നു. റിക്കവറി ചെയ്യാൻ വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തിരുന്നു. നമ്മുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഗിരികുമാർ മെനങ്ങാന്ന് പോയ FD അയാളുടെ കണ്ട് 3 മാസം സമയം ചോദിച്ചിരുന്നു. പക്ഷേ ലക്ഷക്കണക്കിന് രൂപയായിട്ട് എടുത്തു കൊടുക്കാൻ വേണ്ടി എല്ലാവർക്കും സാധിക്കില്ലല്ലോ. FD ഇട്ടവർക്ക് കൊടുക്കാൻ പറ്റും. അല്ല, പാർട്ടിക്ക് അങ്ങനെ അതെങ്ങനെയാണ്? നിങ്ങൾക്ക് അതെങ്ങനെയാണ് സഹായിക്കാൻ പറ്റുന്നത്? നിരവധി ബാങ്കുകളും സാമ്പത്തിക സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലാകുമ്പോൾ രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെയാണ് സഹായിക്കുന്നത്? പാർട്ടിയുടെ അനുഭാവികൾ, അണികളായ ആളുകൾക്കാണ് ഈ ലോൺ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പാർട്ടി ഇടപെടണ്ടേ? കാരണം റെക്കമെൻഡേഷൻസ് പാർട്ടി കൊടുത്തിട്ടില്ല. അല്ല, നിങ്ങൾ ഒന്നും അറിയാതെ ഈ വിഷയത്തിൽ ഷൈൻ ചെയ്യാൻ ശ്രമിക്കരുത്. ഈ വിഷയത്തിൽ ഷൈൻ ചെയ്യലല്ലോ, ഒരു മനുഷ്യന്റെ ജീവനല്ലേ പോയത്. ആത്മഹത്യാ കുറിപ്പിൽ പാർട്ടി സഹായിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അത് താങ്കൾ നിഷേധിക്കുന്നുണ്ടോ? അത് നിങ്ങൾ വായിച്ചോ? നിങ്ങൾ വായിച്ച ഞങ്ങളുടെ പ്രതിനിധി പറയുന്നത് വിശ്വസിക്കാതെ തരമില്ലല്ലോ. നിങ്ങളുടെ പ്രതിനിധി എന്റെ അടുത്ത് ഇരിക്കുകയാണ്. നിങ്ങളുടെ പ്രതിനിധി എന്റെ അടുത്ത് അദ്ദേഹം വായിച്ചോന്ന് ചോദിക്കൂ. നിങ്ങളുടെ പ്രതിനിധി ഇവിടെ നിൽക്കുന്ന പ്രതിനിധി ആരാ? ഹരിമോഹനാണ്. ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യും. ഞാൻ ഹരിമോഹന്റെ ചോദിക്കട്ടെ. ചാനൽ റിപ്പോർട്ടല്ലേ, ഒന്ന് ഹോൾഡ് ചെയ്യും. റിപ്പോർട്ടിന്റെ ഒന്ന് ഹോൾഡ് ചെയ്യും. ഹരിമോഹൻ ആരാണ്? ഹരിമോഹൻ റിപ്പോർട്ടുണ്ട്. ആത്മഹത്യ കുറിപ്പ് വായിച്ചോ നിങ്ങൾ? പോലീസിൽ തരുന്ന വിവരം അനുസരിച്ച് നമുക്ക് എല്ലാവർക്കും പോലീസിൽ കിട്ടുന്ന വിവരം എന്റെ പോയിട്ട് നിങ്ങൾ വായിച്ചോ? ഇല്ല, ഹരി വായിച്ചോ? ഇല്ലേ, ഹരി വായിച്ചിട്ടില്ല. അല്ല, രാജേഷ് വായിച്ചോ? ഇല്ല, വായിച്ചോ? അങ്ങനല്ല വായിച്ചോ? ഹരി ആത്മബോധ. നിങ്ങൾ ഒരാൾ മരണപ്പെട്ട് നിൽക്കുമ്പോ നിങ്ങൾ ഇത് ശരി ഹരി കണക്റ്റഡ് ആണെന്ന് ഞാൻ കരുതുന്നു. നേരിട്ട് അതിലൊരു ക്ലാരിറ്റി വരുത്താം. കാരണം ആത്മഹത്യാ കുറിപ്പുകൾ നേരിട്ട് ഇപ്പോൾ സ്റ്റുഡിയോയിലുള്ളിലിരിക്കുന്നത് എനിക്ക് വായിക്കാൻ കഴിയില്ല. അല്ലാത്ത പക്ഷം പോലീസ് എനിക്കത് അയച്ചു തരണം. അത് തിരുവനന്തപുരം പോലീസ് ഇതുവരെ ചെയ്തിട്ടില്ല. ഇനി DGP അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് വായിച്ചത് പറയുകയും ചെയ്യാം. ഇവിടെ ഒരു കൗൺസിലറാണ് ആത്മഹത്യ ചെയ്തത്. പാർട്ടി സഹായിച്ചില്ല എന്ന കുറിപ്പിൽ പരാമർശമുണ്ട് എന്നത് പോലീസ് നൽകിയ വിവരമല്ലേ ഹരിമോഹൻ? തീർച്ചയായിട്ടും സുജയ, അത് അങ്ങനെ തന്നെയാണ്. അതല്ലെങ്കിൽ വി വി രാജേഷ് വായിച്ചു എന്നുള്ളത് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കണം. ഇപ്പോഴും നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുന്നത് അത്തരത്തിലുള്ള ചോദ്യമാണ്. പക്ഷെ കൃത്യമായിട്ടൊരു മറുപടി അതിനകത്ത് ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. കാരണം ഇതിനകത്ത് നമ്മൾ വായിച്ചോ എന്നുള്ളത്, ഈ ആത്മഹത്യാക്കുറിപ്പിൻ്റെ വിവരങ്ങൾ സ്വാഭാവികമായിട്ടും അത് പോലീസിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ആധികാരികമായിട്ട് നൽകാൻ കഴിയുന്നത്. എന്തായാലും ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് കൃത്യമാണല്ലോ. കാരണം അദ്ദേഹം അല്പം മുമ്പ് ടെലികണക്ട് ചെയ്ത സമയത്തൊക്കെ തന്നെ അദ്ദേഹം പാർട്ടിക്ക് ലക്ഷങ്ങൾ എടുത്തു കൊടുക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിൽ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത ആ ബാങ്കിലുണ്ട് എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്ക് വ്യക്തമാണ്. പക്ഷേ അദ്ദേഹം ആ കാര്യത്തിൽ ആത്മഹത്യാക്കുറിപ്പിൽ അങ്ങനെ ഒരു പരാമർശം ഇല്ല എന്നുള്ള സ്ഥിരീകരണത്തിൽ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആത്മഹത്യാക്കുറിപ്പ് കയ്യിൽ ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ നമുക്കത് പ്രസിദ്ധീകരിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് നിലവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അത് ആധികാരികം തന്നെയാണെന്ന് സുജയോട് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഹരിയെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചത്. അപ്പോൾ അങ്ങനെയൊന്നില്ല എന്ന് സമർത്ഥിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഒരു മനുഷ്യന്റെ മരണം നടന്നു കഴിയുമ്പോൾ ആ മരണത്തിൽ ആ മൃതദേഹം ഇപ്പോഴും താഴേക്ക് ഇറക്കിയിട്ടില്ല. അവിടെ ഇൻക്വസ്റ്റ് അടക്കം നടക്കുന്നതേ
ഉള്ളൂ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അയാൾക്ക് മരണത്തിന്റെ വഴി സ്വീകരിക്കേണ്ടി വന്നു? അതൊരു ചോദ്യമാണ്. അത് പാർട്ടിക്ക് അതീതമായ ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് നമ്മൾ തേടുന്നത്. BJP കൗൺസിലർ തിരുമല അനിലിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്തിനാണ് തന്റെ കൗൺസിലർ ആയി തനിക്ക് ലഭിച്ച ആ ഓഫീസിലേക്ക് വന്ന് മരണത്തിലേക്ക് അയാൾക്ക് പോകേണ്ടി വന്നത്? ആ ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ തേടുക തന്നെ ചെയ്യും.